നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിലെ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആവേശ വിജയം തുർക്കി ഈ ലോകകപ്പിൽ ആദ്യത്തെ വിജയം കരസ്ഥമാക്കി. ആവേശ വിജയമാണ്. അമേരിക്കയ്ക്കെതിരെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ചറപറ ഗോളുകൾ വീണ മത്സരത്തിൽ 5 ഗോൾ വീണ മത്സരത്തിൽ 3-2 എന്ന സ്കോറിനാണ് തുർക്കി ജയിച്ചത്. അതും അവരുടെ വിജയ ഗോൾ അവസാന മിനിറ്റിൽ, 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 8ാമത്തെ മിനിറ്റിൽ അവസാന സെക്കൻഡിലാണ് തുർക്കി ഗോളടിച്ചത്. തുർക്കിക്ക് വേണ്ടി ഐഹാൻ ആണ് ആ സമയത്ത് ഗോളടിച്ചത്. അതിഗംഭീരമായിട്ട് കളിയെ ആവേശം കൊള്ളിച്ച ഒരു ഗോളായിരുന്നത്. ആവേശകരമായ കളിയായിരുന്നു എല്ലാ അർത്ഥത്തിലും. ഇഞ്ചോടിഞ്ച് പോരാടിയ കളി. ആ കളിയിൽ തുടക്കത്തിൽ തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി ട്രസ്റ്റി 3ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു. അധികം വൈകിയില്ല സമനില ഗോളടിക്കാൻ തുർക്കി. 10ാമത്തെ മിനിറ്റിൽ, 7 മിനിറ്റിന് ശേഷം 10ാമത്തെ മിനിറ്റിൽ തുർക്കി തിരിച്ചടിച്ചു. ഗ്യൂളറിലൂടെ പ്രശസ്തനായ ഗ്യൂളറിലൂടെ 10ാമത്തെ മിനിറ്റിൽ തുർക്കി ഗോളടിച്ചു. പിന്നീട് തുർക്കിയുടെ അവസരമായിരുന്നു മുൻതൂക്കം നേടുന്നതിന്. 31ാമത്തെ മിനിറ്റിൽ ഇൽമാസ് ഗോളടിച്ചു. ഇൽമാസ് അങ്ങനെ തുർക്കിയെ 2-1 എന്ന നിലയിൽ മുൻതൂക്കത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ആദ്യ പകുതിയിൽ ഗോളൊന്നും വീണില്ല. തുർക്കി ആദ്യ പകുതി തീരുമ്പോൾ 1-2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. എന്നാൽ രണ്ടാം പകുതി തുടങ്ങി 4ാമത്തെ മിനിറ്റിൽ തന്നെ, അതായത് 49ാമത്തെ മിനിറ്റിൽ ബർഹാൾട്ടർ അമേരിക്കയ്ക്ക് വേണ്ടി ഈക്വലൈസർ നേടി, 2ാമത്തെ ഗോൾ നേടി. 2-2 എന്ന സമനിലയിലേക്ക് പോയി 49ാമത്തെ മിനിറ്റിൽ. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാടിയ മത്സരത്തിൽ 49 മിനിറ്റിന് ശേഷം പിന്നെ ഇരു ടീമുകളും ദീർഘനേരത്തേക്ക് ഗോൾ അടിച്ചില്ല. ഏതാണ്ട് 50 മിനിറ്റോളം തുല്യ നിലയിലുള്ള ആക്രമണം, പ്രത്യാക്രമണവും പ്രതിരോധവും എല്ലാം തീർത്തുകൊണ്ടുള്ള അസാധാരണ കളിയായിരുന്നു. അവസാനമാണ് ഇഞ്ചുറി ടൈമിൻ്റെ, സാധാരണ സമയം കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 8ാമത്തെ മിനിറ്റിൽ ഐഹാൻ തുർക്കിക്ക് അഭിമാനകരമായ വിജയം നേടിക്കൊടുത്തുകൊണ്ട് അവർ ഈ ലോകകപ്പിൽ ഇതുവരെ അപമാനം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തുർക്കി. എന്തായാലും ഈ അവസാന കളിയിൽ അമേരിക്കയെ തകർത്തുകൊണ്ട്, അമേരിക്കയെ തോൽപ്പിച്ചുകൊണ്ട് തുർക്കി മാനത്തോടു കൂടി തന്നെയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. അമേരിക്ക നേരത്തെ നോക്കൗട്ടിൽ എത്തിയതാണ്. അമേരിക്ക 2 കളി ജയിച്ചതാണ്. പക്ഷേ 3ാമത്തെ കളിയിൽ അവർ തുർക്കിയോട് തോറ്റു. എന്തായാലും ആവേശോജ്വലമായ കളിയായിരുന്നു, ആവേശകരമായ കളിയായിരുന്നു.